അപ്പോൾ മോളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് പോവുക കേട്ടോ. ഏകദേശം ഒരു 4:15 ആയിട്ടേ ഉള്ളൂ. മോളാണെങ്കിൽ എൻ്റെ തോളിലോട്ട് ചാഞ്ഞ് കിടന്ന് നല്ല ഉറക്കത്തിലിരിക്കും. അപ്പോൾ ഞാൻ തട്ടി വിളിച്ചിട്ട് മോളെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചു. കാരണം 9 മണിക്കാണ് അവൾക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന സമയം, 6 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം. പിന്നെ ഡൽഹിയിൽ നിന്നാണ് അവൾക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അവിടം വരെ വിശന്നൊക്കെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് അവിടെ കൊണ്ടുവന്നൊരു തട്ടുകടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. നമ്മളെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിനടുത്തുള്ള ഒരു തട്ടുകടയാണ്. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാട്ടോ. നല്ല ഫുഡായിരുന്നു. ഞങ്ങളിനി എപ്പോൾ പോലും അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളൊരു വടയും ചായയൊക്കെ കഴിച്ചു. മോളാണെങ്കിൽ ഇഡലി ഫുള്ള് കഴിച്ചതുമില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട് കേട്ടോ. 6 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം ഉള്ളത്. ഏതാണ്ട് ഞങ്ങളിത് ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് 5:30 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ മോളുടെ ഒരു ഫ്രണ്ടും കൂടി വരുമെന്ന് പറഞ്ഞു. അവളെയും കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് സമയം നിന്നപ്പോഴത്തേക്ക് അവളും കൂടെ വന്നു. അവൾ വന്നു, രണ്ടുപേരെയും കൂടെ അകത്തോട്ട് കയറ്റിയൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അമ്മ ഇനി നിൽക്കേണ്ട, പൊക്കോന്ന് പറഞ്ഞിട്ട് മോള് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ച് സമയം പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സൊന്നുമില്ല വീട്ടിലോട്ട് തിരിച്ച് പോകാൻ കേട്ടോ. അവൾ പോയിട്ട് പോകാമെന്നുള്ളതൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് സമയം ശംഖുമുഖത്ത് വന്ന് അവിടെയൊക്കെ നിന്നു. അവിടെ എല്ലാം അടവൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇനി ഈവനിങ്ങിലാണോ അതോ ഇനി എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം മോൻ വൈകിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ അയാളുടെ ബാഗും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്യണം. അതൊക്കെ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കുറച്ച് സമയം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോന് ചപ്പാത്തിയും അവന് കൊണ്ടുള്ള കറിയൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു. എന്നിട്ട് അവനെയും കൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് നിന്നാവും പോകുന്നത് കേട്ടോ. ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവനെ കയറ്റി വിടാനായിട്ട് ഞങ്ങൾ വന്നു. ആളുടെ കാലിനൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ 1 മാസം കൊണ്ട് മോൻ റെസ്റ്റിലായിരുന്നു വീട്ടിൽ കേട്ടോ. ഇനിയിപ്പോഴാണെങ്കിൽ രണ്ടുപേരെയും കയറ്റി വിട്ടിട്ട് എനിക്ക് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അകത്തേക്ക് കയറാനേ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്